സാങ്കേതികതയാണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സരസ്വതി വിദ്യാമന്ദിറിലാണ് എന്ന് തോന്നുന്നു. അവിടെ സായ്കുമാർ ഉണ്ട്. സായ്കുമാർ, വെരി ഗുഡ് മോർണിംഗ്. മോക്ക് പോളിംഗ് ആരംഭിച്ചോ? അരുൺകുമാർ, 1-ാം നമ്പർ ബൂത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. മോക്ക് പോളിംഗ് രാവിലെ തന്നെ ആരംഭിച്ചു. അപ്പോൾ ചെറിയൊരു സാങ്കേതിക പ്രശ്നമാണ് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് തീയതിയുമായി ബന്ധപ്പെട്ട് അതിൽ വരുന്ന തീയതിയിൽ ഒരു മാറ്റമുണ്ട്. അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ സാങ്കേതിക വിദഗ്ധർ എത്തിയിട്ടുണ്ട്. വേഗത്തിൽ തന്നെ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം, അതിൻ്റെ സെറ്റിംഗ്സിൽ വന്നൊരു പ്രശ്നം എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഉദ്യോഗസ്ഥർ എത്തി. ഏകദേശം 35 മോക്ക് പോളിംഗ് വോട്ടുകൾ ചെയ്തിരുന്നു. അതിൽ തീയതിയായി മറ്റൊരു തീയതിയാണ് വരുന്നത്. അതാണ് ഒരു പ്രശ്നമായി ഉദ്യോഗസ്ഥർ കണ്ടത്. മറ്റൊരു യന്ത്രം എത്തിച്ച് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ വേഗത്തിൽ തന്നെ തുടരുകയാണ്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. സാങ്കേതിക വിദഗ്ധർ അതിവേഗത്തിൽ തന്നെ എത്തിയിട്ടുണ്ട്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണിപ്പോൾ നമ്മൾ കാണുന്നത്. ആ വോട്ടിംഗ് യന്ത്രം മാറ്റി മറ്റൊരു വോട്ടിംഗ് യന്ത്രം വെക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇത് 1-ാം നമ്പർ ബൂത്താണ്. 180 ബൂത്തുകളുള്ളതിൽ 1-ാം നമ്പർ ബൂത്ത് വരവൂർ പഞ്ചായത്തിലെ സരസ്വതി വിദ്യാനികേതൻ സ്കൂളാണ്. ഇത് 1-ാം നമ്പർ ബൂത്ത്. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ബൂത്ത് പര്യടനം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. അല്പസമയത്തിനകം രമ്യ ഹരിദാസ് രാവിലെ തന്നെ ഇപ്പോൾ മോക്ക് പോളിംഗ് ഇവിടെ നിർത്തിവെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ യന്ത്രം മാറ്റിവെച്ച് ആ സെറ്റിംഗ്സ് പൂർത്തിയായതിനു ശേഷം മോക്ക് പോളിംഗ് നടത്തും എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വോട്ട് കൃത്യസമയത്ത് തന്നെ തുടങ്ങും. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. എളുപ്പം പരിഹരിക്കാവുന്നൊരു പ്രശ്നം മാത്രമാണ്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ വേഗത്തിൽ തന്നെ അവരുടെ ടെക്നീഷ്യൻ ടീം ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ അവർ നടത്തുകയും ചെയ്യുന്നത്. ചെറിയൊരു സാങ്കേതിക പ്രശ്നം, അതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന തീയതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാങ്കേതിക പ്രശ്നമാണ്. മാറ്റിയാൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ഗുരുതരമായ പ്രശ്നമല്ല. എനിക്ക് തോന്നുന്നു വോട്ട് രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമില്ല എന്നാണ് എനിക്ക് തോന്നുന്നു. ആ കൺട്രോൾ യൂണിറ്റ് സെറ്റ് മാറ്റുമോ അതോ സെറ്റിംഗിൽ മാറ്റം വരുത്തി പ്രശ്നം പരിഹരിച്ചു എന്ന് തോന്നുന്നു അല്ലേ? അതെ. ഇപ്പോൾ വീണ്ടും ഉദ്യോഗസ്ഥർ അത് ചെക്ക് ചെയ്യണം. സർ, പ്രശ്നം പരിഹരിച്ചു. നമ്മൾ 2ാം റൗണ്ട് തുടങ്ങാൻ പോവാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും മോക്ക് പോളിംഗിലേക്ക് പോവുകയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ഏജന്റുമാർ എത്തിയിട്ടുണ്ട്. അവർ വീണ്ടും മോക്ക് പോളിംഗ് ആരംഭിക്കുകയാണ്. പ്രശ്നം പരിഹരിച്ചു. വേഗത്തിൽ തന്നെ മറ്റൊരു യന്ത്രം എത്തിച്ച് അതിൻ്റെ സെറ്റിംഗ്സ് ശരിയാക്കി ഇപ്പോൾ മോക്ക് പോളിംഗ് ആരംഭിക്കുകയാണ്. അപ്പോൾ 1-ാം നമ്പർ ബൂത്തിൽ തന്നെ പോളിംഗ് പ്രിസൈഡിംഗ് ഓഫീസറായിട്ട് സേവനമനുഷ്ഠിച്ചതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഒരു ടെൻഷൻ എന്ന് പറയുന്നത്, ആദ്യം ഏതെങ്കിലും ഒരു യന്ത്രം പണിമുടക്കിയാൽ ആദ്യം ആ ബൂത്തിൻ്റെ പേരായിരിക്കുമല്ലോ വരിക. അപ്പോൾ വീട്ടിലിരുന്ന് ഈ പ്രിസൈഡിംഗ് ഓഫീസറുടെയും റിട്ടേണിംഗ് ഓഫീസറുടെയും പോളിംഗ് ഓഫീസേഴ്സിൻ്റെയൊക്കെ വീട്ടുകാരൊക്കെ ഇത് കാണും. അയ്യോ, അവിടെ എന്തോ കുഴപ്പം. പിന്നീട് ഏതെങ്കിലും തരത്തിൽ ക്യൂ നിന്നാലും ഒക്കെ വലിയ ടെൻഷനാണ് ഈ ഉദ്യോഗസ്ഥർക്ക്. പക്ഷേ എനിക്കൊന്ന് ഉദ്യോഗസ്ഥരൊക്കെ വളരെ കൂളായി തന്നെ അത് കൈകാര്യം ചെയ്തിരിക്കുന്നു. ചെറിയൊരു സാങ്കേതിക തടസ്സമാണ്. ഡേറ്റ് മാറിക്കിടന്നൊരു സാങ്കേതിക തടസ്സം മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് വലിയ ആശങ്ക വേണ്ടതില്ല. ഇന്ന് വലിയ തിരക്കുണ്ടാവുമോ ബൂത്തിൽ? രാവിലെ തന്നെ തിരക്കുണ്ടാകും എന്നാണ് അരുൺകുമാർ നമ്മൾ കരുതുന്നത്. കാരണം ഇവിടെ ജോലിക്ക് പോകുന്ന ആളുകളാണ് കൂടുതൽ ഈ മണ്ഡലത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ജോലിക്ക് പോകുന്നതിന് മുൻപ് വോട്ട് രേഖപ്പെടുത്തി ജോലിക്ക് പോകാനുള്ള ഒരു ശ്രമമായിരിക്കും ഉണ്ടാവുക എന്നറിയുന്നത്. അതുകൊണ്ട് ഒരു 10 മണിക്ക് മുൻപ് നമ്മൾ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പക്ഷേ മന്ദഗതിയിലേക്ക് പോയി വൈകുന്നേരം വീണ്ടും തിരക്കിലേക്ക് വരാനുള്ളൊരു സാധ്യത ഒക്കെയാണ് ഇവിടെ സംഭവിക്കാറ് എന്ന് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. പക്ഷേ പ്രചാരണത്തിൻ്റെ വീറും വാശിയും നമ്മൾ കണ്ടതാണ്. ആ ഒരു വീറും വാശിയും ഇന്ന് ആളുകളെ ബൂത്തിലേക്ക് എത്തിക്കുന്നതിലും രാഷ്ട്രീയ പാർട്ടികൾ എന്തായാലും കാണിക്കും. അതിനുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അവർ ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നമ്മൾ വരുന്ന സമയത്ത് തന്നെ ഇവിടെ അവരുടെ ബൂത്ത് കൗണ്ടറുകൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല തിരക്ക് പ്രതീക്ഷിക്കുന്നു. പോളിംഗ് ശതമാനത്തിലൊരു വർധനവുണ്ടാകുമെന്ന് തന്നെയാണ് 3 രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ സമ്മതിക്കുന്നത്. പരമാവധി ഒരു വോട്ട് പോലും പാഴാക്കാതെ മുഴുവൻ വോട്ടർമാരെയും ബൂത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ മത്സരിച്ച് തന്നെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ പ്രചാരണത്തിൽ കണ്ട വീറും വാശിയും ആളുകളെ ബൂത്തിലേക്ക് എത്തിക്കുന്ന കാര്യത്തിലും ഉണ്ടാകും എന്നുറപ്പാണ്. അതുകൊണ്ട് നല്ല തിരക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏകദേശം 1000-ലധികം വോട്ടർമാരുണ്ട് ഈ ബൂത്തിൽ. അതിൽ രാവിലെ മുതൽ തന്നെ തിരക്കുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.